നമസ്തേ. യെസ്റ്റർഡേ നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ. ഇന്നലെ നിങ്ങളെക്കുറിച്ച് അവർ എന്താണ് ചിന്തിച്ചതെന്നുള്ളൊരു എനർജിയാണ് നമ്മൾ നോക്കുന്നത്. കിങ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെയും ക്യൂൻ ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് കേട്ടോ. നിങ്ങൾ എന്താണോ അതിൻ്റെ ഒരു പ്രതിരൂപം തന്നെയാണ് അവർ, അല്ലെങ്കിൽ അവരെന്താണോ അത് തന്നെയാണ് നിങ്ങൾ. അവരെത്രത്തോളം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുവോ അത്രത്തോളം നിങ്ങളിലേക്ക് ആ ഒരു എനർജി കണക്റ്റഡ് ആകുന്നുണ്ട്. നിങ്ങൾ അവരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ എനർജി അങ്ങോട്ടേക്കും കണക്റ്റഡ് ആകുന്നത്. അതൊരു ട്വിൻ ഫ്ലെയിം ജേണിയുടെ പ്രസൻസാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അവർ തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നു നിങ്ങൾ എന്തായിരുന്നു, നിങ്ങളുടെ സ്നേഹം, നിങ്ങൾ കൊടുത്ത കെയറിങ്, നിങ്ങൾ അവർക്ക് നൽകിയ ഓരോ കാര്യങ്ങളുടെയും പ്രഷ്യസ്നെസ് അവർക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാകുന്നു. ശരിക്കും നിങ്ങളെ ചേർത്തു പിടിക്കേണ്ട, നിങ്ങളെ വിട്ട് കളയാൻ പാടില്ലാത്ത ഒരു എനർജി ആയിരുന്നുവെന്നും ഒരു മ്യൂച്വൽ അട്രാക്ഷൻ എനർജി കൂടാതെ തന്നെ ഈ ഒരു റിലേഷനിൽ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് വേണമായിരുന്നെന്നും നിങ്ങൾ ശരിക്കും അവർക്കൊരു പ്രൊട്ടക്ഷൻ ആയിരുന്നു, ഒരു പൂർണ്ണതയുള്ള ഒരു പോസിറ്റിവിറ്റി ഉള്ള ഒരു എനർജി ആയിരുന്നു എന്നവർ വളരെയധികം മനസ്സിലാക്കുന്നുണ്ട്. മാത്രവുമല്ല ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങൾ നൽകിയ ആ ഒരു എനർജി, സ്നേഹം, ഇമോഷൻസ് അവർ നിങ്ങൾക്ക് നൽകിയതും ഇനി മറ്റൊരിടത്തുനിന്നോ അല്ലെങ്കിൽ മറ്റൊരു സിറ്റുവേഷൻസിൽ നിന്ന് അവർക്ക് ഫീൽ ചെയ്യില്ല എന്നുള്ളതും അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കി. അവരൊരു ജഡ്ജ്മെൻറ്റ്, ന്യായം നടപ്പിലാക്കണമെന്നും അവർ മനസ്സിലാക്കുന്നുണ്ട്. കൂടാതെ തന്നെ അവരൊരു ടോക്സിക് എനർജി ആയിരുന്നു നിങ്ങൾക്ക് മുന്നിൽ. നിങ്ങൾക്ക് ശരിക്കും ഒരു പെയിനാണ് ആ ഒരു വ്യക്തി തന്നത്. അവരെ സംബന്ധിച്ച് അത് സംഭവിക്കാൻ കാരണം അവർക്ക് ഓപ്പർച്യൂണിറ്റീസുകൾ ഉണ്ടായിരുന്നു. നിങ്ങളെക്കാൾ പ്രഷ്യസ് ആയിട്ട് മറ്റു പല കാര്യങ്ങളും അവർക്ക് മനസ്സിലാക്കി അല്ലെങ്കിൽ അവർക്ക് ഫീൽ ചെയ്തൊരു എനർജി കാണുന്നു. മറ്റു പല കാര്യങ്ങൾക്കും അവർക്ക് നിങ്ങളെക്കാൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടി വന്ന സിറ്റുവേഷൻസ് കാണുന്നു. മാത്രവുമല്ല അവരുടെ ഉള്ളിൽ ചെറിയൊരു ചീറ്റിംഗ് എനർജി ഉള്ള ഒരു ഇമോഷൻസ് കിടപ്പുണ്ടായിരുന്നു എന്നതും അവർ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവർക്ക് വേണ്ടി സ്റ്റിൽ വെയിറ്റിംഗ് ആണ്, നിങ്ങൾ അവർക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്നുള്ളതും അവർ വളരെയധികം ആഴത്തിൽ മനസ്സിലാക്കുന്നു. പക്ഷേ ഈ ഒരു റിലേഷനിൽ അവർക്ക് പെട്ടെന്നൊരു ആക്ഷൻ എടുക്കാൻ സാധിക്കുകയില്ല. കാരണം അവരെ സംബന്ധിച്ച് മറ്റു പല കാര്യങ്ങളും അവരുടെ ലൈഫിൽ അവർക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടതായിട്ട് കറൻറ്റ് സിറ്റുവേഷൻസിലും കാണുന്നുണ്ട്. നിങ്ങൾക്ക് തമ്മിലൊരു റീയൂണിയൻ ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിടയിൽ കുറച്ച് ലോങ് ഡിസ്റ്റൻസ് എനർജി കാണുന്നുണ്ട്. കുറച്ച് ഡിഫറൻസുകൾ, അതായത് ഏജ് ആയിരിക്കാം, കാസ്റ്റ് ആയിരിക്കാം, ഫാമിലിപരമാകുന്ന ചില കാര്യങ്ങളായിരിക്കാം, തടസ്സങ്ങളായിരിക്കാം, കുറച്ച് പ്രോബ്ലംസുകൾ പോസിറ്റീവ് നെഗറ്റീവുമാകുന്ന കാര്യങ്ങൾ നിങ്ങളെയും അവരെയും കണക്റ്റ് ചെയ്ത് ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. മാത്രവുമല്ല ഒരു ലോങ് ഡിസ്റ്റൻസ് എനർജി നിങ്ങൾക്കിടയിലുണ്ട്. അപ്പം ഈ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് പെട്ടെന്നൊരു റീയൂണിയൻ സാധ്യമാകില്ല. ഡിലേ എനർജിയാണ് നമുക്ക് കാണുന്നത്. മദർ എനർജിയുടെ പ്രസൻസ് ഈ ഒരു റിലേഷനിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഒരു ബ്ലോക്കേജ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ നിൽക്കുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്ക് ഇതിനകത്തൊരു ഡിലേ എനർജിയാണ്. ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്, ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് എനർജി ഉണ്ട്. പക്ഷേ കാലതാമസം കാണുന്നുണ്ട്. നിങ്ങൾക്കൊരു പുതിയൊരു ഇമോഷൻസ്, ഒരു പുതിയ ചില കാര്യങ്ങൾ അനുഭവിക്കാനുള്ളൊരു യോഗം ഈ ഒരു റിലേഷനെ ബേസ് ചെയ്തുണ്ട്. അവരെ സംബന്ധിച്ച് അവർക്കിപ്പോൾ ഒരു രാഹു എനർജി എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. കാരണം ഒരു ക്ലാരിഫിക്കേഷനില്ല, ഒരു ക്ലാരിറ്റി ഇല്ല അവരുടെ ലൈഫിൽ. ഒരു തീരുമാനമെടുക്കാൻ, സ്ട്രോങ് ആയിട്ടൊരു തീരുമാനമെടുക്കാനുള്ള ഒരു പവർ എനർജി അവർക്കില്ല. എല്ലാ അഡിക്ഷൻ പോലെയാണ്, എല്ലാത്തിനോടും ഒരു അട്രാക്ഷൻ തോന്നുന്ന ഒരു ഫീലിങ്സ്, അതല്ലെങ്കിൽ ഒരു ഒരു മായാവലയത്തിൽ പെട്ടതുപോലെ ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്തൊരു എനർജിയിലാണ് അവർ നിൽക്കുന്നത്. തീർച്ചയായിട്ടും അവരുടെ സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് ഒരു വീഴ്ചയാണ്, ഒരു ബ്ലൈൻഡ് എനർജിയാണ് കേട്ടോ. നിരാശയാണ്, എല്ലാ സിറ്റുവേഷൻസിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോകണമെന്ന് തോന്നും. ശരിക്കും പറഞ്ഞാൽ ഒരു ഫസ്ട്രേഷൻ എനർജിയിലൂടെയാണ് നിങ്ങളുടെ ആ ഒരു വ്യക്തി കടന്നു പോകുന്നത് എന്നുള്ള ഒരു സിറ്റുവേഷൻസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഏഞ്ചൽസ് നൽകുന്ന ഗൈഡൻസ് ഡോണ്ട് സ്റ്റോപ്പ് എന്നാണ് കേട്ടോ. ഒന്നും അവസാനിപ്പിക്കേണ്ടതായിട്ടില്ല. നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചിരിക്കുന്ന ആ ഒരു കാര്യത്തിൽ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ഫോക്കസ് ചെയ്ത് തന്നെ പൊയ്ക്കോളുക. കാരണം നിങ്ങൾക്ക് വലിയൊരു മാറ്റം, വലിയൊരു സക്സസ് എനർജി ഇരിപ്പുണ്ട് ഇൻ ദി നിയർ ഫ്യൂച്ചർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏതാനും അടുത്ത സമയങ്ങൾക്കുള്ളിൽ തന്നെ എല്ലാ കാര്യങ്ങളിലും ഒരു മാറ്റം വരും. ഒരു കൺട്രോളിങ് വിൽ പവർ എനർജി വരുമെന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങൾ എത്രത്തോളം ഫോക്കസ് ചെയ്യുന്നുവോ അത്രത്തോളം നിങ്ങൾക്ക് സക്സസ് ലഭിക്കുമെന്ന് തന്നെയാണ് കാണുന്നത്. കോൺഫിഡൻസ്
കോൺഫിഡൻസ് കൈവിടാതിരിക്കുക, ധൈര്യത്തോടു കൂടി തന്നെ വെല്ലുവിളികളെ നേരിടുക എന്നാണ് പറയുന്നത്. ലെറ്റ്കോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്ത് കാര്യത്തിൽ നിന്നാണ് ഏഞ്ചൽസ് ലെറ്റ്കോ പറഞ്ഞിരിക്കുന്നത്? നിങ്ങളുടെ ഈഗോ എനർജി നിങ്ങളിലുണ്ടെങ്കിൽ ആ സിറ്റുവേഷൻസിനെയും തടസ്സങ്ങളെയും എല്ലാം നിങ്ങൾ ലെറ്റ്കോ ചെയ്യുക. മൈൻഡ് ക്ലാഷ്, അതായത് പേഴ്സണാലിറ്റി ക്ലാഷിങ് എനർജി, നിങ്ങളുടെ വ്യക്തിത്വത്തെ തന്നെ നിങ്ങൾക്ക് ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഒരു നിരാശ നിങ്ങളിലുണ്ടെങ്കിൽ, നിങ്ങളോട് തന്നെ നിങ്ങൾക്കൊരു അകൽച്ച ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷൻസിനെ എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക? ലെറ്റ്കോ ചെയ്യുക. വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ടേക്ക് പോകുക. പ്രതീക്ഷ കൈവെടിയരുത് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇമോഷണൽ പരമാകുന്ന, അതായത് ഇമോഷണൽ പരമാകുന്ന സിറ്റുവേഷൻസിൽ അഡിക്റ്റഡ് ആയിട്ട് നിൽക്കാതെ ഇമോഷണലിൽ നിന്ന് നിങ്ങളൊരു ബ്ലെസ്സിങ്സിലേക്ക് നടന്നു നീങ്ങുക എന്നാണ് നമുക്ക് ഏഞ്ചൽസ് കാണിച്ചു തന്നിരിക്കുന്നത് കേട്ടോ.